രാഷ്ട്രപതിയുടെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എം.ടി. വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഡി ധനസുമോദ വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ധനസുമോദ, പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. മലയാളത്തിന്റെ എം.ടിക്ക് പത്മവിഭൂഷൺ ഉണ്ട്. വിവരങ്ങൾ എങ്ങനെ? ഈ പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. ഇതിൽ കേരളത്തിന്, ഇന്ത്യക്ക് തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്നത് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ എം.ടി. വാസുദേവൻ നായർക്ക് നൽകുന്നു എന്നുള്ളതാണ്. പത്മവിഭൂഷൺ അവാർഡുകളിൽ മൊത്തം 7 പേർക്കാണ് നൽകിയിരിക്കുന്നത്. അതിൽ 3 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിലാണ് ലിറ്ററേച്ചർ വാസുദേവൻ നായർക്ക് ഇപ്പോൾ പത്മവിഭൂഷൺ അവാർഡ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ പത്മഭൂഷൺ 19 പേർക്കാണ് മൊത്തം നൽകിയിരിക്കുന്നത്. ഈ 19 പേരിൽ കേരളത്തിൽ നിന്നുള്ള ജോസ് ചാക്കോ പെരിയപുറം, അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് അത്തരത്തിലുള്ള ഈ പത്മഭൂഷൺ അവാർഡ് നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ ഹോക്കി താരം, ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള PR ശ്രീജേഷിന്, അദ്ദേഹത്തിന് ഒളിമ്പ്യൻ ശ്രീജേഷിന് പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൂടി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ നടി ശോഭനയ്ക്ക് തമിഴ്നാടിന്റെ വിഭാഗത്തിൽ നിന്നാണെങ്കിലും പത്മഭൂഷൺ ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. പത്മശ്രീ നിലവിൽ 19 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫുട്ബോളർ IM വിജയൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഗുജറാത്ത്, മേഘാലയ, ഒഡീഷ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർക്കുള്ള ഒരു പത്മ അവാർഡുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ IM വിജയൻ സ്പോർട്സിന്, അദ്ദേഹത്തിന് ഫുട്ബോളിലെ അദ്ദേഹത്തിന്റെ ഒരു രാജ്യത്തിന് നൽകിയിരിക്കുന്ന സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഓമനക്കുട്ടിയമ്മ, ഓമനക്കുട്ടിയമ്മ, സംഗീതജ്ഞ ഓമനക്കുട്ടിയമ്മയ്ക്ക് കൂടി പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഇത്രയും പുരസ്കാരങ്ങളാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. ബാക്കി പുരസ്കാരങ്ങൾ ആസാം, വെസ്റ്റ് ബംഗാൾ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിരവധി സമൂഹത്തിന് വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ ഇതിനകം നൽകിയിട്ടുണ്ട്. 139 പേർക്കാണ് ഇതിനകം തന്നെ ഇപ്പോൾ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന, ഏറ്റവും അഭിമാനമായിട്ടുള്ളത് M.T. വാസുദേവൻ നായർക്ക് നൽകിയിരിക്കുന്ന പത്മവിഭൂഷൺ തന്നെയാണ്. അതെ, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യവും. മരണാനന്തര ബഹുമതിയായി M.T.ക്ക് പത്മവിഭൂഷൺ നൽകുമ്പോൾ അത് മലയാള സാഹിത്യത്തിന് കൂടി ലഭിക്കുന്ന ഒരു ആദരവാണ്. ധനസുമോദ, മറ്റ് എത്ര പേരാണ് ഇപ്പോൾ പത്മ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്? കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ട്? ഇപ്പോൾ പത്മവിഭൂഷൺ 7 പേർക്കാണ് പത്മഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലാണ് മരണാനന്തര ബഹുമതിയായി 3 പേർക്കാണ് മരണാനന്തര ബഹുമതി നൽകിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് M.T. വാസുദേവൻ നായർക്ക് തന്നെയാണ്. ഇതുകൂടാതെ പത്മഭൂഷൺ 19 പേർക്കാണ് രാജ്യത്തെ വിവിധ രംഗങ്ങൾക്കുള്ള, അതായത് കല, സാഹിത്യം, വൈദ്യം തുടങ്ങിയ പബ്ലിക് അഫയേഴ്സ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ആർട്സ്, സ്പോർട്സ് തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ, സോഷ്യൽ വർക്ക് തുടങ്ങിയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുള്ളവർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ നടി ശോഭനയ്ക്ക് കിട്ടിയ ഒരു പത്മ പുരസ്കാരം തന്നെയാണ് നേരത്തെ നടി സുകുമാരിക്കും തമിഴ്നാടിന്റെ ഒരു സെക്ഷൻ പ്രകാരം തന്നെയായിരുന്നു, തമിഴ്നാടിന്റെ ശുപാർശ അനുസരിച്ചായിരുന്നു അവർക്ക് പത്മ പുരസ്കാരം കിട്ടിയിരുന്നത്. അതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ പത്മ പുരസ്കാരം. നടി ശോഭനയ്ക്ക് തമിഴ്നാടിന്റെ ഒരു പുരസ്കാരം, തമിഴ്നാടിന്റെ ഒരു ശുപാർശ അനുസരിച്ചാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പത്മശ്രീ പുരസ്കാരം 113 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കല, സാഹിത്യം, സയൻസ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ലിറ്ററേച്ചർ തുടങ്ങിയ നിരവധി രംഗത്തെ സംഭാവനകൾ, നിസ്തുലമായ അവരുടെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്രയും പേർക്ക് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, രാഷ്ട്രപതിയുടെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. M.T. വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയാണ്. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.